ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ടോർഷൻ ഓൺ ഷാഫ്റ്റ് ആൻഡ് സ്പ്രിങ്സ്. സ്പ്രിങ്സിലും ഷാഫ്റ്റിലും വരുന്ന ടോർഷൻ്റെ ഇക്വേഷൻ, അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ്, ആ ടേംസ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നെടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ PSCയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് കുറച്ച് ഇക്വേഷൻസ് ഉള്ള ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും അത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിതിലേക്ക് പോവാം. ടോർഷൻ ഓൺ ഷാഫ്റ്റ്. ഇപ്പോൾ ടോർഷൻ ഷാഫ്റ്റും സ്പ്രിങ്ങും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടോർഷൻ ഓൺ ഷാഫ്റ്റ്. അതിൽ ടോർഷൻ ഇക്വേഷനാണ് ആദ്യം പഠിക്കുന്നത്. ഇപ്പോൾ ഈ ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ആയാലും ഷാഫ്റ്റ് ആയാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ബേസിക് ഇക്വേഷനാണ് ടോർഷൻ ഇക്വേഷൻ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. T/J = τ/r = gθ/L. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ ടേംസ് എന്തിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് ടി = ടോർക്ക് ട്രാൻസ്മിറ്റഡ്, അതിൻ്റെ യൂണിറ്റ് Nm. ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ് ഷാഫ്റ്റിൻ്റെയും ഹോളോ ഷാഫ്റ്റിൻ്റെയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജെ എന്ന് പറയുന്നത് രണ്ടിനും വ്യത്യസ്ത ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. സോളിഡ് ഷാഫ്റ്റിൻ്റെ ജെ = π/32 d⁻⁴. ഓക്കെ, അത് സോളിഡ് ഷാഫ്റ്റിന് ഒരൊറ്റ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടത് d⁻⁴. J4 ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ π/32 d⁻⁴ - സ്മോൾ d⁻⁴. അതായത് അവിടെ ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്, അതിൻ്റെ യൂണിറ്റ് Nm². ആണ്. R = റേഡിയസ് ഓഫ് ഷാഫ്റ്റ്, ദാറ്റ് ഈസ് ഇൻ mm. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി. ഇപ്പോൾ ഇവിടെ ഈ D എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ കണ്ടവർ അത് നിങ്ങൾക്ക് അറിയലുണ്ടാവും അല്ലേ. 3 മോഡുലസുകളുണ്ട്: യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. അതിലുള്ള ആ മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് സ്ട്രെസ്സിനും മോഡുലസിനും സെയിം യൂണിറ്റ് ആയിരിക്കും, Nm². ഓക്കെ, Nm² ആയിരിക്കും സ്ട്രെസ്സിനും റിജിഡിറ്റിക്കും ഉണ്ടാവുക, റിജിഡിറ്റി മോഡുലസിനും ഉണ്ടാവുക. ഇനി തീറ്റ = ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, അത് റേഡിയനിലാണ് പറയാം. നെക്സ്റ്റ് L = ലെങ്ത് ഓഫ് ഷാഫ്റ്റ്, അത് mm പറയാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ടോർഷൻ ഇക്വേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഷാഫ്റ്റിൻ്റെ ഈ ഒരു വശം, ഈ ഒരു യെല്ലോ ബ്രൗൺ കളറിൽ കാണുന്ന ഒരു വശം ഫിക്സഡ് ആക്കി വെച്ചിട്ട് ഇപ്പറുള്ള ഈ ഒരു ഫ്രീ എൻഡിൽ നമ്മളൊരു ട്വിസ്റ്റ് കൊടുത്തു. ഓക്കെ, അതിൽ വരുന്ന ഈ തീറ്റ. ഓക്കെ, അപ്പോൾ ട്വിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഈ തീറ്റയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ലെങ്ത് ഓഫ് ഷാഫ്റ്റാണ് എല്ലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൊടുത്ത ആ ഒരു ടോർഷൻ, അതാണ് ടോർക്ക്. ആ ടോർക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ അനുഭവപ്പെടുന്ന ഷിയർ സ്ട്രെസ് ആണ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ കൊടുത്ത ട്വിസ്റ്റ് കൊടുത്തപ്പോൾ ഒരു നീണ്ട ഡെറിവേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റും ഇങ്ങനെയാണ് ഉണ്ടാവുക. സോളിഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മെറ്റീരിയൽ ഉണ്ടാവും. ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഹോളോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് 2 ഡയമീറ്റർ ഉണ്ടാവും, ഔട്ട്സൈഡ് ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും. ഇനി ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ സോളിഡ് ഷാഫ്റ്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCയിൽ ചോദിക്കുന്ന ഒരു പാർട്ട്. സോളിഡ് ഷാഫ്റ്റിൻ്റെയും ഹോളോ ഷാഫ്റ്റിൻ്റെയും ടോർക്കിൻ്റെ ഇക്വേഷൻ, ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവുക. ചെറിയ പ്രോബ്ലം ആയിരിക്കും, അതിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും, പക്ഷേ വായിച്ച് നോക്കിയിട്ട് വളരെ സിമ്പിൾ, 2 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് ഈ ഒരു മാർക്ക് നിങ്ങൾ കളയാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഈ പോർഷനൊക്കെ 2 മാർക്കിനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ടോർക്ക് ഓഫ് സോളിഡ് ഷാഫ്റ്റ് = ടോ × π/16 d³. ഓക്കെ, D എന്ന് പറഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ്,
ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സാണ്. ഇതാണ് സോളിഡ് ഷാഫ്റ്റ്. ഇവിടെ നമ്മൾ റേഡിയസ് ആണ് ഡിനോട്ട് ചെയ്തത്. അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഡയമീറ്റർ. അതുപോലെ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഹോളോ ഈക്വൽ ടു ടോ ഇൻറ്റു പൈ ബൈ 16 DO⁴ മൈനസ് DI⁴ ഡിവൈഡഡ് ബൈ DO. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോ ഇൻറ്റു പൈ ബൈ 16 ഇത് രണ്ടിലും കോമൺ ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം പഠിക്കാൻ. ടോ ഇൻറ്റു പൈ ബൈ 16 ഈ രണ്ട് ഭാഗത്തും കോമൺ ആണ്. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ടോ ഇൻറ്റു പൈ ബൈ 16 D³ ഡി എന്ന് പറഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. ഇതിന് പകരം ഇവിടെ എന്താ ഉള്ളത്? DO⁴ മൈനസ് DI⁴ ഡിവൈഡഡ് ബൈ DO. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSCക്ക് പല പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ബേസ് ചെയ്താണ് പ്രോബ്ലം ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഹോളോ ഷാഫ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തൊട്ട് മുന്നേ സ്ലൈഡിൽ നിങ്ങൾ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്ത നൊട്ടേഷൻസ് ആണ് ഇവിടെ എഴുതിയത്. ടോ ഈക്വൽ ടു ഷിയർ സ്ട്രെസ്, D ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇവിടെ ഉണ്ട്. D ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് സോളിഡ് ഷാഫ്റ്റ്, DO ഈക്വൽ ടു ഔട്ടർ ഡയമീറ്റർ ഓഫ് ഹോളോ ഷാഫ്റ്റ് ആൻഡ് DI ഈക്വൽ ടു ഇന്നർ ഡയമീറ്റർ ഓഫ് ഹോളോ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ വെക്കുക. പിന്നെ അടുത്തത് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സോളിഡ് ഷാഫ്റ്റും ഉണ്ട്, ഹോളോ ഷാഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒരു ഷാഫ്റ്റ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും പവർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്തതിൻ്റെ ഇക്വേഷനാണ് പവർ P ഈക്വൽ ടു 2πnt/60. പലരും കേട്ട ഒരു ഇക്വേഷൻ തന്നെയാണ് ഈ സാധനം. ഓക്കെ, പവർ P ഈക്വൽ ടു 2πnt/60. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പവർ വാട്ട്സിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് ടോർക്ക് ന്യൂട്ടൺ മീറ്ററിലായിരിക്കണം. ഇപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. പവർ വാട്ട്സിലാണെങ്കിൽ ടോർക്ക് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അവർ തരുന്ന ചിലപ്പോൾ mmലായിരിക്കും, അത് നമ്മൾ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആക്കണം. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഈസി ആയിട്ട് മനസ്സിലാകും. പിന്നെ N എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ RPM. ഓക്കെ, അപ്പോൾ അത്രയാണ് ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, ഇപ്പോൾ ഷാഫ്റ്റിൽ മെയിനായിട്ട് പറഞ്ഞാൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ സോളിഡ് ആൻഡ് ഹോളോ, അവിടെ നിന്നാണ് എന്തായാലും നമുക്ക് പ്രോബ്ലം വരിക. ഇനി സ്പ്രിങ്ങിൻ്റെ കുറച്ച് ഇക്വേഷൻ നോക്കാം. അപ്പോൾ അതിന് സ്പ്രിങ്ങിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഇവിടെ പഠിക്കാനുള്ളത് ക്ലോസ്ലി കോയിൽഡ് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. സ്പ്രിങ് പല ടൈപ്പ് ഉണ്ട്. ലീവ് സ്പ്രിങ്, ലാമിനേറ്റഡ് സ്പ്രിങ്, അതേപോലെ കോയിൽഡ് സ്പ്രിങ് തന്നെ ഓപ്പൺ കോയിൽഡ്, ക്ലോസ്ലി കോയിൽഡ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രോബ്ലം വരും എപ്പോഴും ക്ലോസ്ലി കോയിൽഡ് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലം മാത്രമേ PSCക്ക് ചോദിക്കൂ. കാരണം ഡിപ്ലോമ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ക്ലോസ്ലി കോയിൽഡ് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഡിസൈനാണ്. സോ അപ്പുറത്തുനിന്നും ഓപ്പണിന്നും ലീഫിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം വരില്ല. അപ്പോൾ ഹെലിക്കൽ സ്പ്രിങ്ങിലുള്ള എന്തൊക്കെ നൊട്ടേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ കോയിലിൻ്റെ മൊത്തം ഡയമീറ്റർ, അതാണ് മീൻ ഡയമീറ്റർ D. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വയറിൻ്റെ ഡയമീറ്ററാണ് സ്മോൾ d. ഓക്കെ, പിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഓരോ കോയിൽസാണ്. ഓക്കെ, ഓരോ കോയിലും തമ്മിലുള്ള ആ ഒരു അകലം, അതാണ് പിച്ചിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണുന്നത് ഓരോ കോയിൽസാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു കോയിലും രണ്ടാമത്തെ കോയിലും തമ്മിലുള്ള ഒരു അകലം, അതാണ് പിച്ച്. ഇപ്പോൾ നമ്മൾ ബോൾട്ടിലൊക്കെ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പിച്ചിനെ പറ്റി കറക്റ്റ് പറയുന്നുണ്ട് അല്ലേ. അതായത് 1 point ഓഫ് എ സ്ക്രൂ ത്രെഡ് ടു കറസ്പോണ്ടിങ് പോയിൻ്റ് ഓഫ് നെക്സ്റ്റ് ത്രെഡ് ഇസ് കോൾഡ് പിച്ച്. അതുപോലെ തന്നെയാണ് ഒരു കോയിലുള്ള ഒരു പോയിൻ്റ് മുതൽ തൊട്ടടുത്തുള്ള കോയിലിൻ്റെ അതേ പോയിൻ്റ് വരെയുള്ള ദൂരം, അതാണ് പിച്ച്. പിന്നെ ഇവിടെ ഫ്രീ ലെങ്ത്ത് LO, അതായത് നമുക്ക് ലോഡൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വരുന്ന സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത്, അതാണ് ഫ്രീ ലെങ്ത്ത്. ഇവിടെ കാണുന്ന W ആണ് ലോഡ്, നമ്മൾ സ്പ്രിങ്ങിൽ കൊടുക്കുന്ന ലോഡ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് 3 ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആ 3 മെയിൻ ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് സ്പ്രിങ് ഇൻഡെക്സ്. സ്പ്രിങ് ഇൻഡെക്സ് പറഞ്ഞാൽ മീൻ ഡയമീറ്റർ ബൈ വയർ ഡയമീറ്റർ. ഇത് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറില്ല. എന്നാലും ഇൻ കേസ് ഇനി തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഷിയർ സ്ട്രെസ്സ്. ഓക്കെ, ഷിയർ സ്ട്രെസ്സ് ടോ ഈക്വൽ ടു 16 WR/πd³. ഓക്കെ,
ടോ ഈക്വൽ ടു 16 WR/πd³ Newton/mm². Newton/mm² എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ 16 × W എന്ന് പറഞ്ഞാൽ ലോഡ്, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ മീൻ ഡയമീറ്ററിൻ്റെ പകുതി ക്യാപിറ്റൽ D/2 ആയിരിക്കും ഇവിടെ R ബൈ πd³. ഇവിടെ സ്മോൾ d എന്ന് പറഞ്ഞാൽ വയർ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സ്പ്രിങ്ങിന് ഒരു ലോഡ് W കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രിങ് താവുമല്ലോ. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണെങ്കിൽ സ്പ്രിങ് എത്ര മാത്രം താന്നു, എത്ര mm താന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടെൻസൈൽ ലോഡാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് മുകളിലോട്ട് ലോഡ് കൊടുക്കുകയാണെങ്കിൽ എന്താവും? ഇവിടെ സ്പ്രിങ് കംപ്രസ് ആവും. അങ്ങനെയാണെങ്കിലും ഇനീഷ്യൽ പൊസിഷനിൽ എത്ര അങ്ങോട്ട് അമർന്നു. ഓക്കെ, എത്ര സ്പ്രിങ് ഡിഫ്ലക്റ്റ് ചെയ്തു, അതാണ് ഡിഫ്ലക്ഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് mmലാണ് പറയുക. ഓക്കെ, ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ mm. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ ഈക്വൽ ടു 64 WR³ N/GD⁴. അതിൽ W ലോഡ് തന്നെയാണ്, R നമ്മൾ ഓൾറെഡി പറഞ്ഞു മീൻ ഡയമീറ്ററിൻ്റെ പകുതി. സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽ. ഇവിടെ എത്ര നമ്പർ ഓഫ് കോയിൽ ഉണ്ട്? 1 2 3 4 5 കോയിൽസ് ഉണ്ട്. സോ n ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ GD⁴. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമുക്കറിയാം, ടോർഷൻ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്തൊരു ടേമാണ്. എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി. ആൻഡ് സ്മോൾ d എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വയർ ഡയമീറ്റർ. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു 64 WR³ N/GD⁴. സോ ദാറ്റ്സ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ. സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഡിഫ്ലക്ഷൻ. സ്റ്റിഫ്നെസ് എന്നാൽ ലോഡ് ബൈ ഡിഫ്ലക്ഷനാണ്, അതായത് W/Δ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിൽ W/Δയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഈ മൂന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു. 64 WR³ N/GD⁴ കൊടുത്താൽ എന്ത് സംഭവിച്ചു? മുകളിൽ W ക്യാൻസൽ, W ക്യാൻസലായി. ഏറ്റവും താഴത്തുള്ള GD⁴ മുകളിൽ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായിരിക്കും വരിക? സ്റ്റിഫ്നെസ് S ഈക്വൽ ടു GD⁴. കണ്ടോ, GD⁴ ഏറ്റവും മുകളിൽ വന്നു. ബാക്കി എന്താ ഉള്ളത് ഡിനോമിനേറ്ററിൽ? 64 R³. ഓക്കെ, അതാണ് സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ. സ്റ്റിഫ്നെസ് S ഈക്വൽ ടു GD⁴/64 R³ Newton/mm. അതാണ് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിൽ കാണുന്ന ഇക്വേഷൻസ് നോട്ടിൽ ചെയ്യുക. 1 2 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ആ ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ടാക്കി വെക്കുക. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതായത് PSC മുൻകാലത്ത് ചോദിച്ച പ്രോബ്ലംസ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ ആ നോട്ട് നോക്കിയിട്ട് അത് സോൾവ് ചെയ്യാൻ പഠിക്കുക. അതിൻ്റെ ആൻസർ അപ്പോൾ തന്നെ ഞാൻ തരും, എന്നാലും ആ ആൻസർ നോക്കാതെ തന്നെ നിങ്ങളതൊന്ന് സോൾവ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ അത് തൊട്ടടുത്തുള്ള ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.